ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു വീടുണ്ടാക്കാനുള്ളൊരു പുറപ്പാടിലാണ്. നമുക്കൊരു വീടുണ്ടാക്കണം. നമ്മൾ ഒരു വീട് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ വുഡും പിന്നെ ഈ സ്റ്റോൺ ബ്രിക്സുമാണ് എടുക്കാൻ പോണത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ വരച്ചിടാം. 2 മാറി മൂന്നാമത്തെ ഇതിലിവിടെ ഒരെണ്ണം, 2 മാറി മൂന്നാമത്തെ ഇവിടെ ഒരെണ്ണം, അതേപോലെ ഇപ്പുറത്തും ചെയ്യണം. ഇതേപോലെ ഇട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ മൂന്നാമത്തെ ഇതിൽ ഒരെണ്ണം, ഇവിടെയും മൂന്നാമത്തെ ഇതിൽ ഒരെണ്ണം, ഇങ്ങോട്ട് 3 ഓക്കെ. ഇങ്ങോട്ട് 3 വെച്ച് നമ്മളിങ്ങനെ ഓക്കെ നോക്കാം. ഇത്രയും ഭാഗം വെട്ടിക്കളയണം തോന്നുന്നു. വെട്ടിക്കളയാം. ഓക്കെ, അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരെണ്ണം അയ്യോ, ഇത് കുറച്ചുകൂടി പോയി. ഇത് എൻ്റെ ആക്സ് പൊട്ടാറായി. ഇവിടെ തുറന്നു. കറക്റ്റ് നേരെയാണ് വന്നത്. നോക്കട്ടെ. ഓ, കറക്റ്റ് നേരെ കേട്ടാ. ഇവിടെ അതേപോലെ കറക്റ്റ് വന്ന്. ഇനി 2 ബ്ലോക്ക് ഹൈറ്റിൽ അങ്ങോട്ട് 1 2 2 1 2 2 2. അയ്യോ, ആ താഴത്തായി പോയി വന്നത്. 2 1 2 1 2 താഴത്ത് 1 2 1 2. ഇതേപോലെ ഒന്ന് അവിടം വരെ ഒന്ന് വെച്ച് തീർത്തിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇത്രയും വെച്ച് തീർന്നിട്ടുണ്ട്. ഇവിടെയാണ് വാതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ 2 വുഡ് വെക്കണം. വുഡ് ഓക്ക് ലോഗ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചുറ്റിനും വെക്കണം. ഒരു സ്റ്റാക്കും കൂടി ഇരിപ്പുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കുന്നതല്ല, എൻ്റെ ഒരു ഡിസൈനാണ്. വെച്ചത്
തൊണ്ട് ഇവിടെ ഇത് വെച്ചാൽ മതിയാ, മടുപ്പായിരിക്കും. ഇവിടെ നമുക്ക് വുഡ് വെക്കാം. വുഡ് ഇരിപ്പുണ്ട് വെറുതെ. ഓ, പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ഗൈസ്. ഞാൻ കുറച്ചും കൂടി റിസോഴ്സസ് ഒന്ന് ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. കുറച്ച് വുഡ് ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശവലിരിക്കുമ്പോൾ ഓക്കെ ഗൈസ്, സെറ്റ്. ഓക്കെ, എൻ്റെ ഇരിക്കുന്ന ഡയറക്റ്റ് എടുത്തോടെ വെച്ചിട്ട് ഓക്കെ. സെറ്റ്. അതിൻ്റെ ഇൻവെൻട്രി ഫുള്ളായോണ്ടാണ് കയറാത്തത്. എൻ്റെ ഇൻവെൻട്രി ഫുള്ളാണ്, അതാണ് കയറാത്തത്. ഇനി ഓക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം ഇവിടെ. വീടിൻ്റെ അകത്ത് നോക്കിയപ്പോൾ കുറച്ച് ഓക്ക് പ്ലാങ്ക്സ് ഉള്ളായിരുന്നു. നമ്മുടെ അയ്യോ താഴ്ത്തുപോയി. സ്പീഡ് വെക്കുന്നുണ്ട്, സ്പീഡ് വെക്കാം. ഓക്കെ, വെച്ച് തീർന്നിട്ടുണ്ട്. ടോർച്ച് എടുത്തുകൊണ്ട് വരാം. അകത്തുനിന്ന് ലൈറ്റിങ് കൊടുത്തിട്ട് കുറച്ച് സ്റ്റോണും എടുത്ത് ഒന്ന് സ്റ്റോൺ ബ്രിക്സ് ആക്കണം. സ്റ്റോണുണ്ട്, കുറച്ച് കൈയൊന്ന് ക്ലീൻ ആക്കി വെക്കാം. ഓക്കെ, കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ടോർച്ച് ടാക്ക് അങ്ങോട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. 21 ശ്രദ്ധിക്കാണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇരിക്കുന്ന സ്റ്റോൺ ഫുള്ള് സ്റ്റോൺ ബ്രിക്സ് ആക്കി അടിച്ചെന്നിട്ട്
ഓക്കെ, സ്റ്റോൺ ബ്രിക്സ് ആക്കിയിട്ടുണ്ട്. രാത്രി ആവാറായി. ബെഡോടെ പോടെ അതേ അടക്കുന്നു. നമുക്ക് അവിടെ കൊണ്ടുപോയി ബെഡിട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട അവസ്ഥ വരും. ബെഡെടുത്ത് ഇവിടെ തന്നെ പ്ലേസ് ആക്കി വെച്ചേക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ നല്ല രസം കാണാം. കുഴപ്പമില്ല. എന്നാൽ അങ്ങനെയും കൂടെ ഒന്ന് ടി വി കൊടുക്കാം. ഓക്കെ, കിടന്നുറങ്ങാം. വേയിക്കണം. നല്ല രസമുണ്ട്. ഓക്കെ, സെറ്റ്. എന്നാൽ അവിടെ ആയിട്ട് വാതിൽ വേണ്ട, ഇവിടെ ആയിട്ട് വേണ്ട. ഇവിടെ ആയിട്ട് മതി. ഇവിടെ ആയിട്ട് മതി വാതിൽ. അവിടെ ആയിട്ട് സുഖമില്ല. ഈ സ്റ്റോൺ ബ്രിക്സ് കൊണ്ട് ഇവിടെ വെക്കണം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇങ്ങോട്ടൊന്ന് കയറാൻ വേണ്ടി സ്റ്റെയർ ഉണ്ടാക്കണം. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ ആക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി മണ്ടക്കോട്ടൊന്ന് കയറി ഇവിടേക്കൊന്ന് ടോർച്ച് വെച്ചേക്കാം. ഫസ്റ്റ് നമ്മൾ മണ്ടക്ക് മൂടുമ്പോൾ മോബ്സ് ഇവിടെ സ്പോണാകരുത്. അതിനാണ് ഇവിടെ ടോർച്ച് വെക്കുന്നത്. താഴത്തോട്ട് അങ്ങനെ എന്തായാലും താഴ്ത്തി വേണം. ഇപ്പം അറഞ്ചം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പീഡിലൊന്ന് തീർക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അവിടെ മാത്രം ടി വി കൊടുത്തില്ല. ഓക്കെ, ഇനി വേണ്ട. ഒരു ബ്ലോക്കും കൂടെ കയറ്റിയിട്ട് കൂട്ടിയിട്ട് ഇവിടുന്ന് മൂടാവുന്നു. ഇപ്പം ഇങ്ങനെ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ചാടാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. പൊട്ടരുത്. ഈ ക്രീപ്പറിനൊക്കെ കൊണ്ട് വലിയ ശല്യമാണ്. പൊട്ടി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ.
ഗുഡ് ജോബ്. ഇപ്പം ഒരു പ്ലാൻ ഉണ്ട്. മണ്ടക്കോട്ട് കയറിയിട്ട് ഈ ഒരു വുഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഹലോ ഗൈസ്, എൻ്റെ ഈ ലോഗ് തീർന്നായിരുന്നു. ഞാൻ പിന്നെ അതെടുക്കാൻ വേണ്ടി പോയതാണ്. ആ കുതിരനെ അവിടെ വരുത്തിയത്, അവൻ ഉടനെ അവിടുന്ന് ഓടി. പിന്നെ അവനെ കുറച്ചു നേരം തപ്പിയിട്ട് കൊണ്ടുവന്നത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ട് ഓടുന്ന ആർക്കറിയാം. ഉരുപ്പ് ചാടിച്ചെന്ന ബെഡിൽ പറ്റില്ല. ബെഡ് ക്ലച്ച് ചെയ്യാൻ നോക്കിയത്. ബെഡ് ക്ലച്ച് ചെയ്യാൻ നോക്കിയത്. അത്രയും ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഇരിക്കുന്ന ഓക്ക് പ്ലാന്റ്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഇത്രയും വെച്ച് കൊടുക്കണം. ഇനിയും വേണം. പൊട്ടിച്ചതിൻ്റെ ബാക്കി ഇരിപ്പില്ല. ഞാൻ ഫുള്ളും ട്രേഡ് ചെയ്തു, ടിക്കാക്കി മാറ്റി. തീർന്നടാ, ഒരു സ്റ്റാക്കും കൂടി ഇരിപ്പുണ്ട്. അയ്യോ, ഞാൻ പറയാൻ വരുമായിരുന്നു കുറച്ച് ബെഡ് വർക്ക് ബ്രിഡ്ജൊക്കെ ചെയ്ത് നോക്കാം. ഗോഡ് ബ്രിഡ്ജ് ചെയ്യാന്ന് വിചാരിച്ചേ. കുറച്ചും കൂടെ ലോഗ് വേണം. ഇവിടത്തേക്ക് പൊട്ടിക്കാം. വില്ലേജിൽ ആരുമില്ല, വില്ലേജേഴ്സ് പോലും ഇല്ല. ഓക്കെ, 28 ലോഗ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ 2 നിരയാണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ആക്കിയിട്ടുണ്ട്.
ഇതേപോലെ തന്നെ അത് എവിടെയും ചെയ്തിടണം. 3 3 വെച്ച് വെച്ച് ഓക്കെ. ഇവിടെ കുറച്ചും കൂടെ ലോകമാണ്. ഞാനേ ഒരു സ്റ്റാക്ക് ലോകം ഒന്ന് ഒപ്പിച്ചിട്ട് വരാം. നിങ്ങൾക്ക് ഇട്ടായിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ടാറ്റാ ഗായ്സ്. ഞാൻ കുറച്ച് വെച്ച് പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു. കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും വെച്ച് ഇനി ഒരു സ്റ്റാക്ക് തീരാറായി. മിക്കവാറും ഇത് തീരും. മിക്കവാറും സ്റ്റോക്ക് തീരും. മിക്കവാറും തീരും സ്റ്റാക്ക്. ഇപ്പം 21 കൂടെ ഉള്ളു. ഇനി അടുത്ത് സ്റ്റോൺ ട്രിക്സ്. ഇതും വെക്കണം. തീർന്നു. പിന്നെ അതും ഒപ്പിച്ചാണ് ഒന്ന് ഇവിടെയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് സെറ്റ് ആക്കട്ടെ ഗൈസ്. ഇനി കുറച്ചും കൂടെ ഉള്ളു. ഓക്കെ. താഴത്തോട്ട് വീഴുകയും ചെയ്തു. അവിടെ വഴി തന്നെ വേറെ വഴി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കണം. ഇതൊന്നും ചെയ്ത് തീർക്കട്ടെ. മിക്കവാറും തീരും. ഏഴെണ്ണം കൂടെ.
ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ആ മണ്ടക്കോട്ട് ചെയ്ത് വർക്ക് ചെയ്താലേ പറ്റൂ. അതൊന്ന് കഷ്ടമാണ്. മണ്ടക്കോട്ട് കയറും പിന്നെയും താഴ്ത്തിറക്കും, മണ്ടക്കോട്ട് കയറും താഴ്ത്തിറക്കും, മണ്ടക്കോട്ട് കയറും താഴ്ത്തിറക്കും. ഇത് തന്നെ ഉള്ളവിടെ ലൂപ്പായിട്ട് നടക്കുന്നത്. ഇത് കഷ്ടമാണ് നോക്കിയേ. എന്തുവാടെ പിന്നെ ഓക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അടിയിൽ പക്ഷെ പൊക്കി വെച്ചിരിക്കുന്നത് അത് ഭയങ്കര മടുപ്പാണ്. അത് മടുപ്പാണ്. പറഞ്ഞ് ഇത് പൊട്ടിക്കാൻ വേണ്ടി നടക്കണമല്ലോ. എൻ്റെ ആക്സ് പൊട്ടാറായി. രാത്രി ആവാറായി. ഒന്ന് കിടന്നുറങ്ങാൻ. അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്ത് കറക്റ്റാക്കി ഒന്ന് വെച്ചോട്ടെ. അന്നത്തെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. റൂഫും കൂടെ ഒന്ന് കെട്ടണം. ഓക്കെ ഓക്കെ, ഇനി കുറച്ചും കൂടെ വുഡ് വേണം. എൻ്റെ ഡയമണ്ട് ആക്സ് പൊട്ടാറായി ഗൈസ്. മിക്കവാറും ഈ എപ്പിസോഡിൽ തന്നെ പൊട്ടു. ഓക്കെ ഗൈസ്, 9 ഓക്ക് ലോഗും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ വെക്കാം.
ഇനിയും വേണം, കുറച്ചും കൂടെ വേണം. മിക്കവാറും പൊട്ടും. ഇത് മാറ്റിയേക്കേണ്ട അവസ്ഥ വരുമോ? പൊട്ടുന്ന സമയത്ത് പൊട്ടട്ടെ, അതേ പറയാനുള്ളു. പൊട്ടേണ്ട സമയത്ത് പൊട്ടിക്കോളൂ. പത്തെണ്ണമായി. ഇത്ര തന്നെ മതിയായിരിക്കും തോന്നുന്നു. പിന്നെ സ്റ്റെയറും കൂടെ എടുത്തിട്ടുണ്ടോ? മണ്ടക്ക് ഡിസൈൻ വേണ്ടേ? അതേ ഇരിക്കുന്നു. 64. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്യൂവലായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറച്ച് ഫ്യൂവലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ ഇവിടെ വഴി നടപ്പുണ്ട്. നമ്മൾ ആവശ്യമുള്ള സമയത്ത് നോക്കുമ്പോൾ ഇവനെ കാണത്തില്ല, ഓടുക. അപ്പോൾ എൻ്റെ ഒരു സ്വന്തം ഡിസൈനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഞാൻ നേരത്തെയൊക്കെ ട്യൂട്ടോറിയൽ നോക്കിയത് വീഡിയോ ഉണ്ടാക്കിയത്. ഇതൊരു എൻ്റെ ഒരു ഊഹം എന്ന് പറയാ, എന്തൊരു സാധനം. എൻ്റെ മനസ്സിലൊരു വീട് പതിഞ്ഞ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വർക്ക് ഇവിടെ അത്യാവശ്യം കളഞ്ഞ് സ്റ്റെയർ കേസ് വെച്ച് വരുമ്പോൾ നല്ല വലുതാവും തോന്നുന്നു. ഈ അറ്റത്ത് മാത്രം ഇങ്ങനെ വെച്ച് പോകണം സ്റ്റെയർ കേസ് വെക്കാനേ. ഇതടക്കേണ്ട അവസ്ഥ വരും. ഇവിടെ ഇപ്പോൾ കണ്ട, അപ്പം ഇനിയും വേണ്ട അവസ്ഥ വരും. ഇപ്പോൾ സ്റ്റെയർ കേസ് വെക്കാം. ഗൈസ്, ഇതൊന്ന് ചെയ്ത് തീർത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. മേൽക്കൂരയൊക്കെ സെറ്റാക്കി. ഇനി മണ്ടൊക്കെ അവിടെയും കൂടെ അടച്ചേക്കാം. ഇവിടുന്ന് സ്റ്റെയർ കേസ് വേണം മണ്ടക്കോട്ട് കയറാൻ വേണ്ടി. അകത്തും വേണം പുറത്തും വേണം. മിക്കവാറും പൊട്ടും. പൊട്ടിയില്ല. ഭാഗ്യം കേട്ടോ. എൻ്റെ ആക്സ് പൊട്ടാറായി. ഓക്കെ, ഓക്കെ, സെറ്റായി.
ഓക്കെ ഗൈസ്, ഇത്രയും സെറ്റാക്കി ഇവിടെയും കൂടെ ഇത് വെച്ചെടുത്ത സെറ്റ്. ഇവിടെ ഒന്ന് പൊളിക്കണം. എനിക്ക് കുറച്ച് സ്റ്റെയർകേസ് ഉണ്ടാക്കാം. കുറച്ച് സ്റ്റെയർകേസ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. കടിക്കും. ഓക്കെ, സ്റ്റെയർകേസ്. ഓക്കെ, ഓക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താറായി. സ്റ്റെയർകേസ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഗൈസ്, ഞാൻ സ്റ്റെയർകേസ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ സ്റ്റെയറൊക്കെ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒരു അടിപൊളി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ മറക്കാതെ കമൻറ്റും ചെയ്യുക. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.